കുറേ നാളായി കഴിക്കണമെന്ന് കരുതിയ ഒരു കിടു സാധനം, അത് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന വീഡിയോ നമുക്ക് കണ്ടാലോ. നന്നായി വേകുന്ന കപ്പയാണ് ഇതിന് വേണ്ടത്. നന്നായി വൃത്തിയാക്കി അത് ചെറിയ കഷ്ണങ്ങളായി കൊത്തി നുറുക്കിയെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കിയ കപ്പ നിറയെ വെള്ളം വച്ച് നന്നായി വേവിച്ചെടുക്കണം. പലരും ഇത് കഴിച്ചിട്ടുണ്ടാകും. എന്നാൽ ഞാൻ മുന്നേ ഒരിക്കൽ കഴിച്ചപ്പോഴേ ഇതുണ്ടാക്കി സ്വന്തമായി ഉണ്ടാക്കി കഴിക്കണമെന്ന് കരുതിയിരിക്കുകയാണ്. മസാല തേച്ച് പിടിപ്പിച്ച അയല മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാത്രമല്ല കുറച്ച് ചൂരയുടെ പീസുമുണ്ട്. അത് അച്ചാറിട്ടതിൻ്റെ ബാക്കിയാണ്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂര കറിയാക്കിയും എടുക്കാം. ഈ കപ്പ കൊണ്ട് ഒരു പാൽക്കപ്പയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ പാൽക്കപ്പ കഴിക്കാൻ കറിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയില്ല. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടാവാം. എന്നാൽ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നിട്ട് ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ച ടൊമാറ്റോയാണിത്. പച്ചത്തക്കാളിയില്ലേ, അതും പച്ചമുളകും കൂടെ നമുക്ക് പറിച്ചുകൊണ്ട് വന്ന് അതും കൂടെ ഇട്ട് കറി വയ്ക്കാം. മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കപ്പ റെഡിയാക്കുന്നതിലോട്ട് പോകാം. കറി തിളച്ച് തുടങ്ങിയപ്പോൾ മീൻ പീസും കൂടെ ഇട്ട് കൊടുത്തു. ഇത് തേങ്ങാപ്പാലാണ്. ഒരു വലിയ തേങ്ങയുടെ പാല്, ഒന്നാം പാലും രണ്ടാം പാലും ഒന്നിച്ചെടുത്ത് വെച്ചതാണ്. കപ്പ വെന്തതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് തവിയുടെ ഈ ഭാഗം വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കേണ്ടതാണ്. ഞാൻ അല്പം കട്ടിക്കാണ് ഇത് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പാൽക്കപ്പ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ലൂസായ ഇതിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഞാനിത് അങ്ങനെയല്ല. എന്നിട്ട് കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് നന്നായി കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അടുപ്പ് കത്തിച്ച് അതിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് തിളച്ച് പൊട്ടുന്നുണ്ട്. അടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ രസകാഴ്ചകൾ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തിയാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ സവാളയാണ് താളിക്കാൻ എടുത്തിട്ടുള്ളത്. പാൽക്കപ്പ താളിക്കാനായി സവാളയാണ് ഇട്ടിട്ടുള്ളത്. കുച്ചുള്ളി നമ്മൾ നേരത്തെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. എല്ലാം റെഡിയായിട്ടുണ്ട്. പാൽക്കപ്പ ഞാൻ നല്ല ലൂസായിട്ടല്ല എടുത്തിട്ടുള്ളത്. എനിക്ക് അന്ന് അങ്ങനെ കഴിച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കട്ടിക്കാണ് എടുത്തത്. നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.